ഹലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിവേഴ്സ് ഓഫ് എ നമ്പർ. നമ്പറിൻ്റെ റിവേഴ്സ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. സം ഓഫ് ഡിജിറ്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ രണ്ടും ഒരുമിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. സം ഓഫ് ഡിജിറ്റ്സും റിവേഴ്സ് ഓഫ് എ നമ്പറും ഒരുമിച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നാലും ലോജിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മളിവിടെ കേട്ടോ. സോ റിവേഴ്സ് ഓഫ് എ നമ്പർ, അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. റിവേഴ്സ് RSC of a number. നമ്പറിൻ്റെ റിവേഴ്സ്. സോ ഞാനിപ്പോൾ 123 ആണ് എൻ്റെ നമ്പർ എങ്കിൽ അതിൻ്റെ റിവേഴ്സ് എന്താ? 321. നമ്മൾ എളുപ്പത്തിൽ പറയുന്നുണ്ട് അതല്ലേ, നമുക്കത് എളുപ്പമാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഓൾറെഡി അറിയാം, മാത്സ് ഒക്കെ കുറച്ച് അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം 123 റിവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. 1004 ആണെങ്കിൽ ഈ റിവേഴ്സ് 4001 4001 ആണ്. നമുക്ക് എളുപ്പത്തിൽ അറിയാം. പക്ഷേ ആക്ച്വലി ഒരു പ്രോഗ്രാമിനെ കൊണ്ട് ഇത് നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കുറച്ചും കൂടി എങ്ങനെയാണ് ഈ നമ്പർ ഡെസിമൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു നമ്പർ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ഇപ്പോൾ 124 ആണെങ്കിൽ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? 100 + 20 + 4 ഇങ്ങനെ ആണ് ആക്ച്വലി ഈ 124 നമുക്ക് കിട്ടുന്നത്. അതായത് 4ൻ്റെ പ്ലേസിൽ ഡെസിമൽ സിസ്റ്റം ആണല്ലോ അല്ലേ, 10⁻⁴, 2ൻ്റെ പ്ലേസിൽ 10⁻⁴, 1ൻ്റെ പ്ലേസിൽ 10⁻². അതാണ് ഈ 1ൻ്റെ പ്ലേസിലെ 10⁻² ആണ് ഈ 100 എന്ന് പറയുന്നത്. 2ൻ്റെ പ്ലേസിലുള്ള 10⁻1, അതായത് 2 × 10⁻1 ആണ് 20 എന്ന് പറയുന്നത്. ഇനി 4 × 10⁻�0, 10⁻0 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറും 0ൻ്റെ ⁻�0 ആകുമ്പം ഇറ്റ്സ് 1 അല്ലേ. സോ 4 × 10⁻0 ആണ്, 4 × 1 ആണ്, സോ 4. ഇങ്ങനെയാണ് നമുക്ക് നമ്പർ. സോ അനദർ എക്സാമ്പിൾ, 1054 എന്ന് പറയുന്ന എക്സാമ്പിൾ ആണെങ്കിൽ ഇതെങ്ങനെയാണ്? ഇത് 10⁻0, ഇത് 10⁻1. ഇതിൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത് കേട്ടോ, അതിൻ്റെ വെയ്റ്റും പൊസിഷനൊക്കെയാണ്. 10⁻3. സോ 10⁻3 എന്ന് പറയുന്നത് 1 × 10⁻3 എന്ന് പറയുന്നത് 1000 അല്ലേ, 1000 പ്ലസ് 0 × 10⁻3 വരുമ്പോൾ 0 ആണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. 5 × 10⁻1, അതായത് 5 × 10 50, റൈറ്റ്, 50. ഇനി 4 × 10⁻0 എന്ന് പറഞ്ഞാൽ 4 × 1 ആണ്. 10⁻0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 4 × 1 4. സോ ഇങ്ങനെയാണ് 1000 + 50 + 4 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1054 കിട്ടുന്നത്. 1054 കിട്ടണമല്ലേ. ഇങ്ങനെയാണ് ഒരു നമ്പർ ഫോം ചെയ്യുന്നത് തന്നെ. സോ നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 1054ൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 4000 + 4501 ആണല്ലോ. 4000 + 500 + റൈറ്റ് പ്ലസ് 0 × 10⁻². സോ 4051 എന്ന് പറയുമ്പം റൈറ്റ് ഇങ്ങനെയല്ലേ വരിക. 4 × 10⁻3 + 0 × 10⁻2, 5 × 10⁻². ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് 4501 എന്നാണ്. 4501 ആണ് ഇതിൻ്റെ റിവേഴ്സ്, റൈറ്റ്. സോ അതെങ്ങനെ കിട്ടുക നമുക്ക് നോക്കാം. 4501 ഇത് 10⁻0, 10⁻1, 10⁻2, 10⁻3. അതായത് 4 × 10⁻3 എന്ന് പറഞ്ഞാൽ 4000 പ്ലസ് 5 × 10⁻2 എന്ന് പറഞ്ഞാൽ 500 പ്ലസ് 0 × 10⁻0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, പ്ലസ് 1 × 10⁻0 എന്ന് പറഞ്ഞാൽ 1. അതാണ് നമുക്ക് 4501 എന്ന് പറഞ്ഞിട്ട് കിട്ടുക. സോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഒരു ലോജിക് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോഡ് കാണാം, റിവേഴ്സിൻ്റെ കോഡ്. റിവേഴ്സ് പ്ലസ് ആർ റിമൈൻഡർ ഇൻടു പവർ ഓഫ് 10, കൗണ്ട് -1 എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഈ നമ്പർ 1054 എന്ന നമ്പറിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മളെ ലോജിക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം കൗണ്ട് കണ്ടുപിടിക്കണം ഇതിന്.
ഓക്കെ, നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്തായാലും കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് എത്ര എഴുതണ്ടേ? 4 ആണല്ലേ. C = 4, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ലൈക്ക് ഫ്രം ലാസ്റ്റ്, ഒരറ്റത്തുനിന്ന് റൈറ്റ് എൻഡിൽ നിന്ന് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തത്. നേരത്തെ നമ്മൾ മോഡ് 10 ഓപ്പറേഷൻ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തല്ലോ. മോഡ് 10 ഡിവൈഡ് ബൈ 10 ഇങ്ങനെ ഓരോ ഐട്രേഷനിലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ഓരോ ഡിജിറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു അല്ലേ. ഒരു ഐട്രേഷനിൽ ചെയ്യുന്ന പടിയായിരുന്നു മോഡ് 10/10, അടുത്ത ഐട്രേഷനിലും മോഡ് 10/10, അടുത്ത ഐട്രേഷനിലും അങ്ങനെ നമ്മൾ 0 ആവുന്ന വരെ, നമ്മൾ നമ്പർ 0 ആവുന്ന വരെ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നു. 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തും, നമ്മൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ 0 ആയിക്കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഓരോ ഡിജിറ്റ് റൈറ്റ് മോസ്റ്റ് ഇങ്ങനെ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് എടുക്കാം. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് മോഡ് 4/10 എന്തായാലും ചെയ്യും. മോഡ് 4 ചെയ്യാം. ഓക്കെ, സോ 1054 മോഡ് 10. എത്രയാണ് മോഡ് 10? 1050 അല്ലെങ്കിൽ നമുക്ക് ഈവൻലി ഡിവിസിബിൾ ആണ്. പിന്നെ ബാക്കി വരുന്നത് 4 ആണ്, റൈറ്റ്. 4. ഓക്കെ, ഇനി 4 × 10⁻³ വന്നാൽ 4000 ആവും. പിന്നെ 5 × 10⁻² വന്നാൽ 500 ആവും അല്ലേ, റൈറ്റ്. പ്ലസ് 0 × 10⁻² വന്നാൽ 0 കിട്ടി. പിന്നെ 1 × 10⁻0 വന്നാൽ, റൈറ്റ്. ഒന്നും കൂടി പറയാം. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇത് 4501 നമുക്കിങ്ങനെ കിട്ടുന്നു. 4000 പ്ലസ് 1054 റിവേഴ്സ് 4501 നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. 4000 പ്ലസ് 500 പ്ലസ് 1, 4501. അതിങ്ങനെയല്ലേ. 4501ൻ്റെ ഓരോ പൊസിഷനിലും നമ്മൾ വെയിറ്റ് കൊടുക്കണം. 10⁻0, 10⁻1, 10⁻2, 10⁻3 കൊടുക്കുമ്പോൾ 4000 പ്ലസ് 500 പ്ലസ് 0 × 10⁻1 എന്ന് പറയുമ്പം 0 തന്നെയാണ്. പിന്നെ 1 × 10⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. സോ അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. സോ 1054നെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പോകുമ്പം ആദ്യം കൗണ്ട് കണ്ടുപിടിക്കുക. കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ബൈ 10 ചെയ്തുകൊണ്ട് പോയാൽ മതി. ടിൽ ദ നമ്പർ ബിക്കം 0 അല്ലേ. 1054 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പം 105 കിട്ടി. വീണ്ടും ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പം എന്ത് കിട്ടി? 10 കിട്ടി. വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. വീണ്ടും 1 കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടി? 0 കിട്ടി. 0 ആവുന്ന വരെ ഡിവൈഡ് ചെയ്തോണ്ട് പോവുക. 0 ആയിക്കഴിഞ്ഞാൽ നിർത്തുക. ഓക്കെ, സോ ഇവിടെ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് എത്രയായി? ഇത് സോ ആദ്യത്തെ ഒരു ഡിവിഷൻ ചെയ്തു, രണ്ടാമത്തെ ഡിവിഷൻ ചെയ്തു, മൂന്നാമത്തെ ഡിവിഷൻ ചെയ്തു, നാലാമത്തെ ഡിവിഷൻ ചെയ്തു. നാലാമത്തെ ഡിവിഷൻ ചെയ്തപ്പോൾ തന്നെ 0 ആയി. പിന്നെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എത്ര ഡിവിഷൻസ് ചെയ്തു എന്നുള്ളത് നോക്കിയാൽ മതി. എത്ര ഡിവിഷൻസ് ചെയ്തു? 4 ഡിവിഷൻസ് ചെയ്തു. സോ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് എത്രയാണ്? 4. ഓക്കെ, സോ 1054 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ, നമ്പർ n. സോ ഞാൻ അതിൻ്റെ കോഡ് ഇടുകയാണ് ഈ കൗണ്ട് കണ്ടുപിടിക്കണം. വൈൽ n > 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ n > 0 ആണെങ്കിൽ 1054 മോഡ് 10 അല്ലേ ചെയ്യണത്. സോ ഇവിടെ 1054ന് പകരം നമുക്ക് n കൊടുക്കാം. n മോഡ് 10 അല്ല, മോഡല്ല, ഡിവിഷനല്ലേ ചെയ്യേണ്ടത്. മോഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൗണ്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്. n ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് അത് എന്നിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് കൗണ്ടിന് നമ്മൾ c എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ പുറത്ത് c = 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിൽ നമ്മൾ 1054 റീഡ് ചെയ്തിടുകയാണ്. സ്കാനഫ് വെച്ചിട്ട് റീഡ് ചെയ്തിട്ടു എന്നിലേക്ക്. c എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ കൗണ്ട് അതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ C++ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഓരോ പ്രാവശ്യവും ഈ വൈലിൻ്റെ അകത്ത് കയറിയതാണെങ്കിൽ നമ്മൾ C++ ചെയ്യാണ്. അതായത് ഈ n/10 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ C++ ചെയ്യാണ്.
സോ നമുക്ക് ഈ കോഡ് ഒന്ന് നോക്കാം. 10 സോ ആദ്യത്തെ പ്രാവശ്യം കയറുമ്പം n ഗ്രേറ്റർ ദാൻ 0. യെസ് 1054 ഗ്രേറ്റർ ദാൻ 0. 1054 ഡിവൈഡ് ബൈ 10 ചെയ്യും. എത്ര വരിക? 105 വരും. 105 ആണ് എന്നിലേക്ക് സ്റ്റോർ ചെയ്യുക. റൈറ്റ്, എന്നിൽ ഇപ്പം എന്തുണ്ടാവും? 105. ഇനി 105 ലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം C++ ചെയ്യും. സീൻ്റെ വാല്യൂ എന്താവും? സീൻ്റെ വാല്യൂ 1 ആയി. സീൻ്റെ വാല്യൂ 1 ആയി. ഇനി നെക്സ്റ്റ് n ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. യെസ് 105 ഗ്രേറ്റർ ദാൻ 0. 105 ഡിവൈഡ് ബൈ 10 ചെയ്യും. ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പം എന്താ നമുക്ക് കിട്ടുക? n ഈക്വൽ ടു 10 കിട്ടി. n ഈക്വൽ ടു 10 കിട്ടുമ്പോൾ നമുക്ക് സി വാല്യൂ എന്തായി? 2 ആയി. സി വാല്യൂ 2 ആയി. ഇനി നെക്സ്റ്റ് 10 ഗ്രേറ്റർ ദാൻ 0 ആണ് നോക്കും. യെസ് 10/10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10/10. 10/10 എന്ന് പറയുമ്പം എന്നിൻ്റെ വാല്യൂ 1 ആയി. എന്നിൻ്റെ വാല്യൂ 1 ആയി. സീൻ്റെ വാല്യൂ എത്രയായി നേരം? 3 ആയി. ഇനിയോ? ഇനി 1 ഗ്രേറ്റർ ദാൻ 0. യെസ് 1 ഡിവൈഡ് ബൈ 10 ചെയ്തു. എത്രയായി? 1 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 0 ആയി. ഓക്കെ, 0 ആകുമ്പോൾ സീൻ്റെ വാല്യൂ എത്രയായി? സീൻ്റെ വാല്യൂ 4 ആയി. ഇനി 0 ഗ്രേറ്റർ ദാൻ 0 നെക്സ്റ്റ് ഇറ്ററേഷനിൽ പോകുമ്പം കയറില്ല, വൈലിൽ കയറില്ല, അവിടെ നിർത്തും. സോ സീൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി മാറി? 4 ആയി മാറി. സോ കൗണ്ട് നമുക്ക് കിട്ടി. ഇനി കൗണ്ട് കിട്ടിയിട്ട് എന്താ പ്രയോജനം? 1054ൻ്റെ കൗണ്ട് 4 ആണെന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ പ്രയോജനം? അതിനാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അതായത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവസാനത്തെ ഡിജിറ്റ് 4 റിട്രീവ് ചെയ്തിട്ട് 4 ഇൻറ്റു ഈ 10⁻⁴× 10⁻³ 4000 കിട്ടണമല്ലോ. 4 × 10⁻³ കിട്ടണം. 3 കിട്ടണമെങ്കിൽ ഈ 4 - 1 ആണ് 3. ഇനി അടുത്ത ഇറ്ററേഷനിലോ 5 × 10⁻⁴ - 2, അതായത് 10⁻². ഇനി നെക്സ്റ്റ് ഇറ്ററേഷനിൽ 0 × 10⁻⁴ - 3, അതായത് 0 × 10⁻1. ഇനി അടുത്ത ഇറ്ററേഷന് 1 × 10⁻⁴ - 4, അതായത് 10⁻0. ഇത് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും 4501 കിട്ടും. ഓക്കെ, സോ അതിനുള്ള ലോജിക്ക് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളിവിടുത്തെ കാര്യമായ ലോജിക്ക്. സോ 1054ൻ്റെ എന്നിൽ 1054 ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ. സോ വൈൽ n ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ കൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? n mod 10 ചെയ്യാണ്. n mod 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കിട്ടും. സോ 1054 mod 10 ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. സോ അത് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം. REM-ൽ. ഓക്കെ, സോ REM-ൽ ഇപ്പം എന്തുണ്ട്? 4 ഉണ്ട്. ആദ്യത്തെ ഇറ്ററേഷനിൽ വേൾഡിൻ്റെ ആദ്യത്തെ ഇറ്ററേഷനിൽ 4 ഉണ്ടാവും. ഓക്കെ, 4. ഇനി നമുക്ക് 4 × 10⁻³ എന്നാക്കണ്ടേ? റൈറ്റ്, ആദ്യത്തെ ഇറ്ററേഷനിൽ 4 × 10⁻³ ആണല്ലോ. യെസ് 4 × 10⁻³ ആണ്. 10⁻⁴ - 1, അതായത് 10⁻3. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. REM 4 അതിനകത്താണുള്ളത്. ഇൻറ്റു എന്ത്? 10⁻⁴ - 1 ചെയ്യണം. 10⁻⁴ - 1 നമ്മൾ POW പവർ ഓപ്പറേഷൻ യൂസ് ചെയ്യാം. മാത്ത് ലൈബ്രറിയിലുള്ള പവർ ഓപ്പറേഷൻ POW എന്താണ്? 10⁻³ ആണ് നമുക്ക് അവിടെ വേണ്ടത്. റൈറ്റ്, എന്താ വേണ്ടത്? 10⁻³ അതായത് C - 10⁻⁻1 വേണം. നെക്സ്റ്റ് ഇറ്ററേഷനിൽ C - 2 വരണം. റൈറ്റ്, അതിനെക്കാട്ടി ഭേദം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ എന്താ കൗണ്ട് നമുക്കിവിടെ ഇവിടുത്തെ ഈ വേരിയബിൾ ഇപ്പം ഞാൻ ആ പ്രോഗ്രാമിലോട്ട് പോവുകയാണ്. അവിടുത്തെ വേരിയബിൾ തന്നെ ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോകാം. ബട്ട് ഇവിടെ കൗണ്ട് -1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഓരോ പ്രാവശ്യം കൗണ്ട് -1 കൊടുത്തത് കാരണം
അടുത്ത പ്രാവശ്യം വീണ്ടും കൗണ്ട് -1 ചെയ്യും, പിന്നെ അടുത്ത പ്രാവശ്യം കൗണ്ട് -1 ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെ അവിടെ നടക്കുന്നത്. സോ ആദ്യത്തെ പ്രാവശ്യം കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -1 ചെയ്യണത്. കൗണ്ട് -1. സോ ഇവിടെ C-1 ചെയ്യും. എന്താ ചെയ്യുക? C-1, അതായത് 4 ആണെങ്കിൽ 4-1. ഇനി അടുത്ത ഇറ്ററേഷനിൽ എന്നിട്ട് ഇത് റിമൈൻഡർ എവിടെ സ്റ്റോർ ചെയ്യും? അതിന് റിമൈൻഡർ ഇൻറ്റു പവർ ഓഫ് 10, C-1 എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷനിൽ കിട്ടിയ, അതായത് 4 × 10⁻³ ആദ്യത്തെ ഇറ്ററേഷനിൽ 4 × 10⁻³ എന്ന് പറഞ്ഞാൽ കിട്ടിയ എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? അതായത് നമ്മൾ റിവേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു നമ്പർ നമ്മൾ ഉണ്ടാക്കണമല്ലോ. സോ അത് ഞാൻ REV എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളാണെന്ന് വെച്ചോ, REV. ഓക്കെ, സോ REVയിൽ സ്റ്റോർ ചെയ്യണം. REV = REV+ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. റൈറ്റ്. സോ അത് വീണ്ടും കാണിക്കാം. അതാണ് REV, റിവേഴ്സ് = റിവേഴ്സ് പ്ലസ്. REV അല്ലെങ്കിൽ റിവേഴ്സ് എന്തോ വാട്ടെവർ യു ക്യാൻ നെയിം യുവർ വേരിയബിൾ. റിവേഴ്സ് = റിവേഴ്സ് പ്ലസ് എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് വരണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഈ സമ്മാണല്ലോ റിവേഴ്സ്, അവസാനം റിവേഴ്സ് കിട്ടണത്. സമ്മിലാണല്ലോ റിവേഴ്സ് കിട്ടണത്. 4000 പ്ലസ്, റൈറ്റ്, 4000 പ്ലസ് 500 പ്ലസ് അല്ലേ, പ്ലസ് 0 പ്ലസ് 1, അങ്ങനെയല്ലേ നമുക്ക് വരുന്നത്. 4000 പ്ലസ് 500 പ്ലസ് 0 പ്ലസ് 1, അത് നമുക്ക് കിട്ടുമ്പോഴല്ലേ 4501 വരുന്നത്. റൈറ്റ്. സോ അതുകൊണ്ടാണ് റിവേഴ്സിലോട്ട് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത്. ഇനി അടുത്ത ഇറ്ററേഷനിൽ നമ്മളെ കൗണ്ട് എന്തായിരിക്കണം? 1 കുറയണം. അതുകൊണ്ടാണ് കൗണ്ട് = കൗണ്ട് -1 എന്ന് പറയുന്നത്. സോ 4 - 1 എന്ന് പറയുമ്പോൾ 3 ആവും. കൗണ്ട് നെക്സ്റ്റ് ഇറ്ററേഷനിൽ കൗണ്ട് എന്താവും? 3 ആവും. സോ നെക്സ്റ്റ് ഇറ്ററേഷനിൽ പോകുമ്പം കൗണ്ട് 3 ആവുമ്പം അത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള വല്ല ലോജിക്കും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെയും ആവാം. ആദ്യമേ കയറുന്നതിന് മുന്നേ തന്നെ സീൻ്റെ വാല്യൂ C-1 ആക്കിയിട്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. സീൻ്റെ വാല്യൂ C-1 ആക്കിയിട്ട് ഇവിടെ C തന്നെ കൊടുക്കാം. ഞാൻ അന്നേരത്തെ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ലോജിക്ക് തോന്നി ചെയ്തതാണ്. ഇപ്പോൾ എനിക്ക് വേറൊരു രീതി ചെയ്യാൻ തോന്നുന്നുണ്ട്. അതായത് n = 1054 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൗണ്ട് ഓഫ് ഡിജിറ്റ്സ് നമ്മൾ കണ്ടല്ലോ. കൗണ്ട് = 4 ആണെങ്കിൽ അപ്പം തന്നെ അതിനെ നമ്മളൊന്ന് കുറയ്ക്കാം. C = C-1 ആക്കുക. അന്നേരം C 3 ആയും. C 3 ആയിട്ട് മാറുമല്ലോ. സോ എന്താണോ നമുക്ക് കൗണ്ട് കിട്ടിയത് അതിനെ ഒന്ന് കുറയ്ക്കുക, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ while n > 0, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക? REM = n mod 10 ചെയ്ത് കിട്ടിയല്ലോ. n mod 10 ചെയ്ത് കിട്ടിയല്ലോ. അത് പിന്നെ REV റിവേഴ്സ് നമ്മളിങ്ങനെയല്ലേ കണ്ടുപിടിക്കുക? റിവേഴ്സ് പ്ലസ് REM ഇൻറ്റു പവർ ഓഫ് എന്താ? 10, C എന്നുവെച്ചാൽ നമ്മൾ C ഇവിടെ C-1 ആക്കിയല്ലോ. 10, C. എന്നിട്ട് നെക്സ്റ്റ് C = C-1 കൊടുക്കാം, അല്ലെങ്കിൽ C-, എന്ന് കൊടുക്കാം, വാട്ടെവർ. അങ്ങനെ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ഇറ്ററേഷനിൽ Cൻ്റെ വാല്യൂ 1 കുറയും. 10⁻³ ആണ് ആദ്യത്തെ ഇറ്ററേഷനിൽ വരിക. നെക്സ്റ്റ് ഇറ്ററേഷനിൽ 10⁻² വരും. നെക്സ്റ്റ് ഇറ്ററേഷനിൽ 10⁻1 വരും. റൈറ്റ്. സോ അങ്ങനെ കുറഞ്ഞ് നമ്മൾ അവസാനം നമ്മൾ C-1 മാത്രം ചെയ്താൽ പോരാ കേട്ടോ. യു ഹാവ് ടു ഡു അതിനുശേഷം n = n/10 ചെയ്യണേ. എന്നാൽ മാത്രമല്ല നമുക്ക് അടുത്ത ഡിജിറ്റ് കിട്ടുള്ളൂ. അടുത്ത ഡിജിറ്റ്, അതായത് 1054 ആണെങ്കിൽ അടുത്ത ഡിജിറ്റ് 4 കിട്ടണം. 4 കിട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടണം. നെക്സ്റ്റ് ഇറ്ററേഷനിൽ 5 കിട്ടണം. അതിന് വേണ്ടിയിട്ട് n/10 ചെയ്താൽ മാത്രമേ നമുക്ക് 105 കിട്ടുള്ളൂ. 105 കിട്ടിയിട്ട് 105 mod 10 ചെയ്താലേ അടുത്ത ഇറ്ററേഷൻ 105 mod 10 ചെയ്യുമ്പോഴേ നമുക്ക് 5 കിട്ടുള്ളൂ. റൈറ്റ്. ഓക്കെ. സോ അങ്ങനെ ആണ്
ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ നേരത്തെ ആ ലോജിക്കും ചെറിയ വ്യത്യാസം നമുക്ക് നേരം എന്താണോ ലോജിക്ക് തോന്നുന്നത് ആ ലോജിക്ക്. സോ അത് എൻ്റെ ലോജിക്ക് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ലോജിക്ക്. സോ ഇവിടെ ഞാൻ C=C-1 ആദ്യമേ കൊടുത്തു കഴിഞ്ഞു. കൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഉടനെ ഞാൻ C-1 ചെയ്തിട്ട് എന്നിട്ടാണ്